ഈ റസൂൽ കേട്ടോ ഒരു ഷഫാത്ത് ഒരു ഇസ്തിഗാസ നടത്തിയിട്ടില്ല. നടത്താതെ ഹദീസോ കണ്ടേ ഖുർആനും സുന്നത്തും മുക്കി പിടിച്ചേർന്നാൽ നിങ്ങൾ തെളിവ് ധരിക്കും. റസൂലുള്ള ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? റസൂലുള്ള ഇസ്തിഗാസ നടത്താതെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ഞാൻ കാവലിനെ തേടുന്നു. അഊദു ബില്ലാഹി എന്ന അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു. അതേ ശൈലിയിൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു തആല സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും ശർറിനെ തൊട്ട്, പുത്തനാശയക്കാരുടെ ശർറിനെ തൊട്ട്, അതുപോലെ തന്നെ നവീനാശയക്കാരുടെ ശർറിനെ തൊട്ട്, എല്ലാവരെയും ശർറിനെ തൊട്ട് കലിമാത്തുല്ലാഹിയോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസാണ്. ഇവിടെ കലിമാത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അർവാഹുൽ മുഅ്മിനീൻ, മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാവാണെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അത്തഫ്സീറുൽ കബീറിൽ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായത്തിന്റെ ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്ത് ഉദ്ധരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റസൂൽ ചെയ്തതാണ്, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി എന്ന് ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഇത് ഓതിയിട്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയും. അപ്പൊ അമ്പിയാക്കളും മൗലിയാക്കളും ഒക്കെ ചെയ്ത സംഗതിയാണ്. മാത്രമല്ല അങ്ങനെ അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളത് ചെയ്യണം എന്ന് റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കേട്ടോളിയും, നിങ്ങളെ ഒറ്റപ്പെട്ട വിജനമായ സ്ഥലത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക യാ ഇബാദല്ലാഹി അഗീസൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് നിങ്ങൾ പറയണമെന്ന ഹദീസ് വളരെ വ്യക്തമായി പ്രബലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസ് വിശദീകരിച്ച് നിങ്ങൾ തന്നെ നേതാവിനെ പരിചയപ്പെടുത്തിയ ഷൗക്കാനി തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന രംഗത്തിൽ പറഞ്ഞത് എന്താണ്? ഈ ഹദീസ് വഫീഹി ദലീലുൻ, ഇത് തെളിവാണ്. അഭൗതികമായ മാർഗത്തിലൂടെ സഹായം ചോദിക്കാമെന്നതിന്റെ തെളിവാണ്. ഭൗതികമായ മാർഗത്തിലൂടെ ചോദിക്കാമെന്ന പോലെ അഭൗതികമായ മാർഗത്തിലൂടെയും ചോദിക്കാമെന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ, നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ നിങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ ഷൗക്കാനി തന്നെ രേഖപ്പെടുത്തിയിട്ടും ഉള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹ് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, സ്വഹാബത്ത് നടത്തിയിട്ടുണ്ട്, സജ്ജനങ്ങളായ ആളുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം സുബ്കി അത് പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും ചര്യയാണ് എന്ന് രേഖപ്പെടുത്തിയത്. ഇത്രയും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്.